നിലം തഴുകി ഉരുളുന്ന പന്തിന് പറയാനുള്ളത് ടിക്കിടാക്കയാൽ അതിമനോഹരമായ ഫുട്ബോൾ ശൈലി കൊണ്ട് ലോകത്തെ കാൽക്കീഴിൽ ഒതുക്കിയ സ്പെയിന്റെ ഗാഥയെക്കുറിച്ചാണ്. യുവേഫ യൂറോ 2008 ഫുട്ബോൾ തട്ടകത്തിൽ പേരും പെരുമയും കൊട്ടിഘോഷിച്ച് തമ്പടിച്ച ടീമുകൾക്കിടയിൽ ഒതുങ്ങിക്കൂടി തക്കാളിച്ചോപ്പണിഞ്ഞ എസ്പാന ഇടം പിടിച്ചു നിന്നപ്പോൾ പടക്കോപ്പുകളുടെ വീമ്പത്തം പറയുന്ന ഫുട്ബോൾ രാജ്യങ്ങൾ മനസ്സിൽ കുറിച്ചിട്ടത് നിഷ്പ്രയാസം കാളക്കൂറ്റന്മാരുടെ കൊമ്പൊടിക്കാമെന്നായിരുന്നു. കാളക്കുളമ്പടികളുടെ കുതികാൽ വെട്ടാൻ, യൂറോ കപ്പിൽ മുത്തമിടാനും 2008 നെറുകയിൽ വിശ്വവിജയം വരിച്ചവരായി മാറാനും തയ്യാറെടുത്തവരുടെ നീണ്ട നിരയാൽ അങ്കത്തട്ട് നിറഞ്ഞപ്പോൾ മനസ്സിൽ കരുതി വെച്ച മോഹങ്ങൾ എത്രയെന്ന് പോലും നോക്കാതെ എതിർമുഖത്ത് നിൽക്കുന്നത് ആരെന്ന് പോലും താരതമ്യം വെക്കാതെ ലാറോഹയുടെ മിടുക്കന്മാർ കൈമയി മറന്ന് ടിക്കിടാക്കി എന്ന വജ്രായുധത്തെ തീവ്രമായി പരിശീലിച്ചു രൂപപ്പെടുത്തിയെടുത്തു. ലൂയിസ് അരഗോണിസിന്റെ ശിക്ഷണത്തിൽ മുന്നേറ്റത്തിൽ ഡേവിഡ് വിയയും ടോറസും അവതരിച്ചു. മിഡ്ഫീൽഡ് സാവിയും ഇനിയസ്റ്റയും കൈകാര്യം ചെയ്തു. ഡിഫൻസ് പ്യൂളും റാമോസും അടക്കി വാണു. ഗോൾ മുഖത്ത് ഒരേയൊരു കസിയസും. ടിക്കിടാക്കയുടെ പ്രൗഢ ഗംഭീരമായ ടെക്നിക്കുകൾ ഫലപ്രദമായി കളത്തിൽ കാഴ്ചവെച്ച് സ്പെയിൻ എന്ന കൂറ്റൻ കാളക്കുട്ടൻ 1964 യൂറോപ്യൻ ചാമ്പ്യൻഷിപ്പിന് ശേഷം ആദ്യ പ്രധാന കിരീടമുയർത്തി. അരിഗോണസിന്റെ പുഞ്ചിരി ലോകം കണ്ടു. ടൂർണമെന്റിന്റെ മികച്ച താരമായി സാവി മാറി. ടിക്കിടാക്ക എന്ന മന്ത്രത്തെ സ്പെയിൻ സിമ്പിളായി വഴക്കിയെടുത്തതുപോലെ പ്രയത്നിക്കാൻ ഒരു രാജ്യങ്ങളുടെ ടീമുകൾക്കും സാധിച്ചില്ല. ഇനിയസ്റ്റയും സാവിയും അണിനിരത്തുന്ന തന്ത്രമന്ത്ര വിജയങ്ങളുടെ കെട്ടുപൊട്ടിക്കാൻ ഒരുത്തനും കഴിഞ്ഞില്ല എന്നതായിരുന്നു സത്യം. അങ്ങനെയിരിക്കെ 2010 വേൾഡ് കപ്പിന് വേദിയായ ദക്ഷിണാഫ്രിക്ക ഒരുങ്ങിയപ്പോൾ അങ്ങോട്ട് വണ്ടി കയറിയ എസ്പാനയുടെ വരവ് കണ്ട് ഫുട്ബോൾ തന്ത്ര വിദഗ്ധന്മാർ വലിയ പ്രതീക്ഷ കൊടുക്കാതെ പഴകിയ ശൈലി എന്ന് തള്ളിപ്പറഞ്ഞ് ടിക്കിടാക്കയെ അടിമുടി പരിഹസിച്ചു. എന്നാൽ ടീമിന്റെ പരിശീലന ചുമതലയുണ്ടായിരുന്ന വിൽസൺ ഡെൽബോസ്ക് തികച്ചും ശാന്തനായിരുന്നു. അദ്ദേഹം സമാധാനത്തോടുകൂടി തന്റെ ടീമിനെ നോക്കിക്കണ്ടു. അദ്ദേഹം ആരോടും പോരടിക്കാൻ തുനിഞ്ഞില്ല. സ്പെയിന്റെ സൂപ്പർ സ്ക്വാഡിനെ അത്രയധികം ഡെൽബോസ്ക് വിശ്വസിച്ചിരുന്നു. വുവൂസലകൾ ഒച്ചവെച്ച ഗാലറികൾ നിറഞ്ഞു കവിഞ്ഞ വേൾഡ് കപ്പിലെ ആദ്യ മത്സരത്തിൽ സ്വിറ്റ്സർലൻഡിന് മുന്നിൽ ഇടറി വീണ സ്പെയിനെ കണ്ട് ടിക്കിടാക്കയെ വിമർശിച്ചവർ, സ്പെയിനെ വിമർശിച്ചവർ പിന്നെ അങ്ങോട്ടുള്ള ഓരോ മത്സരങ്ങൾ കണ്ട് വാമൂട്ടി കണ്ണുമിഴിച്ചിരുന്നു. കാലിൽ നിന്നും കാലിലേക്ക് മാറി മറിഞ്ഞ് അതിവേഗത്തിൽ നീങ്ങുന്ന ഫുട്ബോൾ മിടുക്കിന് മുന്നിൽ ഏത് ഡിഫൻസും പൊളിഞ്ഞു പാളീസായി മാറി. സാവിയും ഇനിയസ്റ്റയും സാബി അലോൺസയും ബുസ്കറ്റ്സും നിറഞ്ഞാടിയ കളിക്കളത്തിൽ എതിർ ടീമും എതിരാളികളും വെറും കാഴ്ചക്കാരായി നിന്നുപോയി. പന്തിനു വേണ്ടി അലഞ്ഞുപാഞ്ഞു കിതയ്ക്കുന്ന ടീമുകൾ സ്പെയിന്റെ മികവുറ്റ നീക്കങ്ങളെ അന്തിച്ചു നോക്കി നിന്നു. ജർമ്മനിയെ കുടഞ്ഞിട്ട് ഫൈനലിലേക്ക് കുതിച്ചു നീങ്ങിയ സ്പെയിനെ തളച്ചിടാൻ നെതർലാൻഡ്സിന് സാധിച്ചില്ല. എക്സ്ട്രാ ടൈമിൽ 116 മിനിറ്റിൽ ആർക്കും തൊടാനാവാത്ത മധുരസുന്ദര നിമിഷമായി ആന്ദ്രെ ഇനിയസ്റ്റയുടെ ഹാഫ് വോളി ഗാലറികളെ ഉണർത്തിക്കൊണ്ട് ഓറഞ്ച് പടയുടെ ഗോൾ വലകളെ കുലുക്കി. ആ മനോഹര ഗോൾ നെതർലൻഡ്സിന്റെ ഹൃദയത്തിൽ വീണ് പൊട്ടി. ഓറഞ്ച് പടയുടെ വേൾഡ് കപ്പ് സ്വപ്നങ്ങളെ അപ്പാടെ തകർത്ത് കളഞ്ഞുകൊണ്ട് 2010 വിശ്വവിജയികളായി സ്പെയിൻ മാറി. ആദ്യമായി വേൾഡ് കപ്പ് കൈകളിൽ ചേർത്ത് പിടിച്ച സ്പെയിൻ താരങ്ങൾ ലോകത്ത് തങ്ങളെ സ്നേഹിച്ചവരോട് നന്ദി പറഞ്ഞു. ഓരോ സ്പെയിൻ ആരാധകന്റെയും ഹൃദയത്തിൽ ചേർത്ത് വെച്ച അവസ്മരണീയ മുഹൂർത്തമായിരുന്നു 2010 വേൾഡ് കപ്പ് സ്വന്തമാക്കുന്ന ആ ദൃശ്യം. അത്രയധികം സ്പെയിൻ എന്ന പ്രിയപ്പെട്ട ടീം വിമർശിക്കപ്പെട്ടിട്ടുണ്ട് പലപ്പോഴായി. കപ്പടിക്കൻ കാളക്കൂറ്റന്റെ മുട്ടു കൂട്ടിയിടിക്കുമെന്ന് കളിയാക്കി പറഞ്ഞവരുടെ രോദനങ്ങൾ ഇപ്പോഴും ചെവിയോർത്താൽ കേൾക്കാൻ പറ്റും. സ്പെയിന്റെ ടിക്കിടാക്കയ്ക്കിടയിൽ അകപ്പെട്ട് എതിരാളികൾ ഛിന്ന ഭിന്നമായി മാറി. ലാമാസി എന്ന ഫുട്ബോൾ ഫാക്ടറിയിൽ നിന്നും ഒരുപാട് താരങ്ങൾ സ്പെയിൻ ടീമിലേക്ക് ഉയർന്നു വന്നു. ഒരു ശക്തിക്കും പിടിവീഴാത്ത ടിക്കിടാക്കയുടെ പവറുമായി 2012 യൂറോ കപ്പിലേക്ക് സ്പെയിൻ പ്രവേശിച്ചപ്പോൾ ഫ്രാൻസും പോർച്ചുഗലും അതിവേഗ ഫുട്ബോൾ കൊണ്ട് സ്പെയിനെ വഴിമുടക്കുമെന്ന് പറഞ്ഞു ബലിപ്പിച്ചവരുടെ വാക്കുകൾ തൂത്തെറിഞ്ഞ് ഫാബ്രിക്കാസും ടോറസും സിൽവയും നവാസും ജുവാൻ മാത്തയും ഗോൾ കിലുക്കങ്ങൾ തുരുതുരെ നൽകിക്കൊണ്ടിരുന്നു. ഒടുവിൽ ഫൈനലിൽ ഡിഫൻസിന്റെ തടങ്കൽ പാളയമൊരുക്കിയ ഇറ്റലിയെ 4 ഗോളുകളിൽ മുക്കിക്കൊന്ന് സ്പെയിൻ തലയുയർത്തി യൂറോ കപ്പ് 2012 വിശ്വവിജയികളായി മാറി. ജോർഡി ആൽബയും ജെറാൾഡ് പീക്കയും സെർജിയോ റാമോസും ഒരുക്കുന്ന ഡിഫൻസിന്റെ താവളത്തെ കീറി മുറിക്കാൻ എതിരാളികൾ ഏവരും പരിശ്രമിച്ച് തളർന്നിരുന്നു. മിഡ്ഫീൽഡിൽ എണ്ണയിട്ട യന്ത്രങ്ങളെ പോലെ ചടുലമായി സാവി അലോൺസിയും സെർജിയോ ബുസ്കറ്റ്സും ആന്ദ്രെ ഇനിയസ്റ്റയും സാവിയും പന്ത് കാലിൽ ഒട്ടിച്ച പോലെ കളിക്കളം മുഴുവനായി നിറഞ്ഞാടി. ഫുട്ബോൾ ഇതിഹാസം യോഹാൻ ക്രൈഫ് രൂപപ്പെടുത്തിയെടുത്ത ഫുട്ബോൾ മായാജാലത്തെ, ടോട്ടൽ ഫുട്ബോളിനെ ബാഴ്സലോണയിൽ പെപ് ഗാർഡിയോള കൊമ്പും ചില്ലയും വെട്ട് പണിതുയർത്തിയ ടിക്കിടാക്ക എന്ന കളിശൈലി മുഴുവനായി സ്പെയിൻ ഉൾക്കൊണ്ടു. ബാഴ്സലോണയിൽ കളിച്ചിരുന്ന ഭൂരിഭാഗം താരങ്ങളും സ്പെയിന്റെ മുഖ്യ താരങ്ങൾ തന്നെയായിരുന്നു. ബാഴ്സലോണ താരങ്ങൾ തമ്മിലുള്ള കെമിസ്ട്രി നന്നായി മനസ്സിലാക്കുന്ന റയൽ മാഡ്രിഡ് താരങ്ങൾ കൂടി സ്പെയിൻ നിരയിൽ കൂടിച്ചേർന്നപ്പോൾ ടിക്കിടാക്കയുടെ മാസ് പ്രൊഡക്ഷനായി സ്പെയിൻ ടീം മാറി.
സ്പെയിൻ എന്ന പേര് ഫുട്ബോൾ പട്ടികയിൽ നിറയുമ്പോൾ ഏതൊരു കൊലകൊമ്പന്റെയും നെറ്റി വിയർത്ത കാലം കഴിഞ്ഞുപോയെന്നും തളിർത്ത് പൂത്ത് വിടർന്ന സ്പെയിന്റെ വടവൃക്ഷങ്ങൾ മെല്ലെ വാടിപ്പോയിരിക്കുന്നുവെന്നും ഇനി സ്പെയിന് ഒരു കുതിപ്പില്ല എന്നും ഇനി അവർ തിരിച്ചു വരില്ലെന്നും പറഞ്ഞു പരത്തിയവർക്ക് തെറ്റി. സ്പെയിനെ കുറിച്ച് ആരും വ്യാജവാർത്തകൾ കരുതി വെക്കേണ്ടതില്ല. ഇനി ഒരിക്കലും സ്പെയിൻ ലോകം കീഴടക്കില്ല എന്നൊന്നും ആരും മനസ്സിൽ കരുതി വെക്കേണ്ടതുമില്ല. ഇത് സ്പെയിനാണ്. വാമോസ് എസ്പാന. നിറയെ ഇതിഹാസ പൂക്കളെ കാൽപന്ത് ലോകത്തിന് സമ്മാനിച്ച നാടാണ് സ്പെയിൻ. കളിക്കളങ്ങളിൽ നിന്നും ബൂട്ടഴിച്ചു വെച്ച് സ്പെയിനോട് വിട പറഞ്ഞു പോയ ഇതിഹാസ താരങ്ങളുടെ അതേ സ്ഥാനങ്ങളിലേക്ക് ബഹുമുഖ പ്രതിഭകളായി ഒരുപറ്റം താരങ്ങൾ രംഗം കീഴടക്കി കഴിഞ്ഞിരിക്കുന്നു. പിടിച്ചു കൊണ്ടുവരാൻ പറഞ്ഞാൽ കൊന്ന് കാഴ്ചവെക്കുന്ന ഒരു പിടി ഐറ്റങ്ങൾ. യുവേഫ നേഷൻ ലീഗിൽ കാലിടറാതെ സ്പെയിന്റെ യുവനിര കരുത്ത് കാട്ടി മുന്നേറിയപ്പോൾ മനപ്പാടമായി മനസ്സിൽ ചേർത്തുവെച്ച ഫുട്ബോളിന്റെ അന്തസ് ഒരിക്കൽ കൂടി ലോകം കണ്ടു. ഇനി സ്പെയിൻ തിരിച്ചുവരില്ലെന്ന് പറഞ്ഞു പോയവർക്ക് ഉത്തരം മുട്ടിപ്പോയി. 2023 യുവേഫ നേഷൻ ലീഗിൽ കരുത്തരായ ഇറ്റലിയെ 2 ഗോൾ കൊണ്ട് കീറി മുറിച്ചുകൊണ്ട് സ്പെയിൻ ഫൈനലിലേക്ക് കടന്നുകയറി. ഫൈനൽ പോരാട്ടത്തിൽ മോഡ്രിച്ചിന്റെ ക്രൊയേഷ്യയെ തച്ചു തകർത്തുകൊണ്ട് സ്പെയിന്റെ ചെത്തുപിള്ളേര് യുവേഫ നേഷൻ ലീഗ് 2023 കിരീടം സ്പെയിൻ സ്വന്തമാക്കി. 2021 വർഷത്തിൽ റണ്ണറപ്പ് സ്ഥാനം നേടേണ്ടി വന്ന സ്പെയിന് 2023 യുവേഫ നേഷൻ ലീഗിന്റെ തിളക്കമേറുന്ന കപ്പ് അഭിമാനത്തോടെ ഉയർത്തുവാൻ സാധിച്ചു. 50കളുടെ അവസാനത്തിൽ സ്പെയിന്റെ ഉദയമായി നിറഞ്ഞു നിന്ന യോദ്ധാവ് ആൽഫ്രഡ് ഡി സ്റ്റെഫാനോയുടെ യശസ് ഉയർത്തിക്കൊണ്ട് സ്പെയിന്റെ ചുണക്കുട്ടികൾ കളിക്കളത്തിൽ രാജകീയ മുന്നേറ്റങ്ങൾ കുറിക്കുന്നു. ആരാധക ഹൃദയങ്ങളിൽ ചേക്കേറിയ ഡാനി ഓൾമോ, ആൽബെസ് റൂയിസ്, മാർക്കോ അസെൻസിയോ, ഒയാൽ സബേൽ, ഫെറൻ ടോറസ്, അൽവാരോ മൊറാട്ട, നിക്കോ വില്യംസ്, ഉനൈ സിമോൺ, ഡാനി കൊക്കെ, റോഡ്രിയിൽ തുടങ്ങി മുന്നേറുന്ന യുവതയുടെ മനോഹാരിതയായി പെട്രിയും ഗാവിയും ലാമിൻ യമാലും പിന്നെയും നിറയെ സ്പാനിഷ് താരങ്ങൾ. ഇടിമിന്നൽ വേഗതയുള്ള കാൽക്കരുത്തും മെയ് വഴക്കവുമുള്ള പുതുപുത്തൻ പന്താട്ടക്കാർ അനുദിനം ഉദയം കൊള്ളുന്നു. ലാമാസിയ കമ്പനിയിൽ കരുതിവെച്ച മെഷീൻ ഗണ്ണുകൾ ചുറുചുറുക്കുള്ള തീപ്പൊരി പിള്ളേര് സീനായി വാമോസ് എസ്പാനയുടെ പ്രൗഢിക്ക് തിളക്കം കൂട്ടുന്നു. സ്പെയിന്റെ സിംഹാസനം അടക്കി വാഴുന്ന യുവനിരകൾ ചടുലവും ആവേശജനകവുമായി കോരിത്തെരിപ്പിക്കുന്ന കാൽപന്തിന്റെ കനകകാന്തിയുള്ള സൂര്യനായി സ്പെയിൻ ഈ ലോകത്തിന്റെ നെറ്റിമേൽ ഇങ്ങനെ എഴുതി വെക്കുന്നു: മനോഹാരിതയുള്ള ഫുട്ബോൾ ഞങ്ങളെ മുന്നോട്ട് നയിക്കുന്നു. വാമോസ് എസ്പാനയുടെ ശബ്ദമായി ഉയർന്ന പ്രിയപ്പെട്ട ജനങ്ങളെ, നിങ്ങളാണ് ഞങ്ങളുടെ ആത്മാവ്, നിങ്ങളാണ് ഞങ്ങളുടെ ഉയിരും ഉണർവും ഊർജവും ഉന്മേഷവും. നിങ്ങളില്ലാതെ ഞങ്ങളില്ല. ലവ് യു സ്പെയിൻ. വാമോസ് എസ്പാന.